അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മാസങ്ങളായി തുടരുകയാണ് സുനിത വില്യംസ്. ഓരോ ദിവസവും ബഹിരാകാശത്തു നിന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഇപ്പോഴിതാ ബഹിരാകാശത്ത് സുനിത കൃഷി ആരംഭിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ചീര ഇനത്തിൽപ്പെട്ട ലെറ ഐറിയൂസ് എന്ന പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷി നടത്തുന്നത്. ചീര വളർത്തുന്നത് പക്ഷേ ഭക്ഷണത്തിന് വേണ്ടിയല്ലെന്നാണ് നാസയുടെ വിശദീകരണം. ഭൂഗുരുത്വം നിറഞ്ഞ അവസ്ഥയിൽ വെള്ളത്തിന്റെ അളവ് സസ്യങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് അറിയാനുള്ള പരീക്ഷണമാണ് ഇത്. ഭാവിയിലേക്കുള്ള പരീക്ഷണങ്ങൾക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുകയാണ് ചീരകൃഷിയിലൂടെ നടത്തുന്നത്. ഭാവിയിലെ ബഹിരാകാശ പദ്ധതികൾക്കും ഭൂമിയിലെ കാർഷിക മേഖലയ്ക്കും ഗുണം ചെയ്യുന്ന പരീക്ഷണമാകുമെന്നാണ് നാസയുടെ പ്രതീക്ഷ. പരീക്ഷണം വിജയിച്ചാൽ പുതിയ കൃഷിരീതികൾ ഭൂമിയിലും നടപ്പാക്കാനാകും. ഈർപ്പത്തിന്റെ അളവ് സസ്യത്തിന്റെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുമെന്നും പോഷകങ്ങളുടെ അളവിൽ എത്രത്തോളം മാറ്റമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പരീക്ഷണം നടത്തുന്നത്. ചീരകൃഷി വിജയിച്ചാൽ ബഹിരാകാശത്തും കൃഷി സാധ്യമാകുമെന്ന കാര്യവും വ്യക്തമാകും. അതിനിടെ ബഹിരാകാശത്ത് അസാധാരണമായ ദുർഗന്ധമെന്ന പരാതിയുമായി സുനിത വില്യംസ് രംഗത്ത് വന്നിരുന്നു. റഷ്യൻ സ്പേസ് ക്രാഫ്റ്റ് ബഹിരാകാശത്ത് എത്തിയതിന് പിന്നാലെ ദുർഗന്ധം വമിക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.